7 സീറ്റർ അല്ലേ? 7 സീറ്റർ വെഹിക്കിൾ ആണ്. എർട്ടിഗയിൽ നമ്മൾ മാരുതിയിലെ 7 സീറ്റർ വെഹിക്കിൾ. നമ്മളൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് കാണിക്കാൻ പോകുന്നത്, സൂപ്പർ കാരി. അപ്പോൾ തീർച്ചയായും നമ്മളെ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ അതിനുള്ള 100%. ഒരു മഹീന്ദ്രന്റെ XUV 500 അവൈലബിൾ ആണ്, ഡീസൽ ആണ്. അപ്പോൾ വാഗ്നറിന്റെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണിച്ചൊക്കെ വാഗ്നറിന്റെ യൂണിറ്റ്സ് ആണ്. ഒരുപാട് മോഡൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലും ഉണ്ട്, ഓൾഡ് മോഡൽ, എല്ലാ കാറ്റഗറിയും ഉണ്ട്. പ്രൈസിംഗ് അനുസരിച്ച് നോക്കിയാൽ മതി. നമുക്ക് 6 മന്ത് വാറണ്ടി, 3 സർവീസും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. മാരുതി റൂൾ പ്രകാരം 7 ഇയേഴ്സിനുള്ളിലുള്ള വെഹിക്കിളിൽ പെട്ട വണ്ടിയാണ് ഇതും. ആ വണ്ടി രണ്ടിനും വാറണ്ടി ഉണ്ടാവും. പെട്രോൾ മാനുവൽ അല്ല? പെട്രോൾ മാനുവൽ. സീറ്റ വേരിയന്റാണ്. ഏറ്റവും ടോപ്പിന്റെ നേരെ താഴത്തെ ഡീസലാണ് വണ്ടി. ഡീസലാണ്. എസ്ക്രോസ്. നമ്മുടെ മാരുതിയിലെ ഏറ്റവും പ്രീമിയർ കാറാണ് എസ്ക്രോസ്. പെട്രോൾ ഡീസൽ വണ്ടിയാണ്. W10 ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റ് വെഹിക്കിൾ ആണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രൂ വാലിയിലാണ്, ഇൻഡസിന്റെ ട്രൂ വാലിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് വെസ്റ്റിൽ കനകാല ബാങ്കിന്റെ അടുത്താണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ മാസം പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. യൂസ്ഡ് കാറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് റോൾ. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് വീണ്ടും വിപിൻ തന്നെയാണ്. ഹായ്. എന്തൊക്കെയുണ്ട് കഴിഞ്ഞ വീഡിയോന്റെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ? നല്ല റെസ്പോൺസ് ആണ്. നമുക്ക് അത് ഒരുപാട് സെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് നമ്മളെ നെക്സോൺ ഒക്കെ വണ്ടിയൊക്കെ മലപ്പുറത്തുനിന്ന് ഒരാൾ വന്നു, വണ്ടി എടുത്തു പോയി. അങ്ങനെ നമുക്കൊരു രണ്ട് വാഗണർ പോയിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. സന്തോഷം. കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് തോന്നുന്നു. വണ്ടി ഉണ്ട്. വണ്ടി നമുക്ക് അന്ന് നേരം നമുക്ക് റൊട്ടേറ്റ് ആയിട്ട് നമുക്ക് വണ്ടി വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇഗ്നിസിൽ തുടങ്ങിയാലോ? ഇഗ്നിസ് തുടങ്ങാം. മാരുതിന്റെ ഇഗ്നിസ് ഇത് മോഡൽ? ഇത് 2022 മോഡലാണ്. 22 സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കിപ്പോൾ 2027 വരെ മാരുതിയുടെ വാറണ്ടി ഉണ്ട്. പ്ലസ് അതിന്റെ കൂടെ ഞങ്ങൾ 1 ഇയർ വാറണ്ടി, ട്രൂ വാല്യൂവിന്റെ വാറണ്ടിയും കൂടി ടോട്ടലി 2028 വരെ വണ്ടിക്ക് വാറണ്ടി ഉണ്ടാവും. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. നമ്മൾ 7-10 ചോദിക്കുന്നത്. തികച്ചും നെഗോഷ്യബിൾ ആണ്. പെട്രോൾ മാനുവൽ അല്ല? പെട്രോൾ മാനുവൽ. സീറ്റ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പിന്റെ നേരെ താഴത്തെ വേരിയന്റ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് കവർ അഡീഷണൽ ചെയ്തതാണോ അല്ലെങ്കിൽ അഡീഷണൽ കമ്പനി തന്നെ കസ്റ്റമർ ചെയ്തതാണ്. അത്യാവശ്യം ഒരു 10-30 റുപ്യന്റെ അടുത്ത് ആക്സസറീസ് കാര്യമായിട്ടുണ്ട്. ഓൾറെഡി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. നല്ലൊരു ഇഗ്നിസ് ഇവിടെ അവൈലബിൾ ആണ്, പെട്രോൾ മാനുവൽ വരുന്ന. ഓക്കെ, അടുത്തൊരു ബ്രസ ഡീസലാണ് വണ്ടി. ഡീസലാണ്. ഡീസൽ വണ്ടിക്ക് നല്ല എൻക്വയറി ഉണ്ട്. പൊതുവെ നല്ല എല്ലാവരും എൻക്വയറി അധികവും നമുക്ക് ഡീസൽ വണ്ടിക്കാണ് വരുന്നത്. ഇതൊരു 20 എബോ മൈലേജ് പക്ക കിട്ടും. നമുക്ക് സിറ്റിയിൽ തന്നെ ഒരു 20 എബോ മൈലേജ് കിട്ടും. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ മാനുവൽ അല്ല? മാനുവൽ. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. ZDI. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. ടയറും ഒക്കെ അത്യാവശ്യം ടയർ ഉണ്ട്. കിലോമീറ്റേഴ്സ് എങ്ങനെയാ? 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 82,000. കമ്പനി ഹിസ്റ്ററി ഉള്ളതും കമ്പനി സർവീസ് വെഹിക്കിൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. $850 ആസ്കിങ് വരുന്നത്. 850 നെഗോഷ്യബിൾ ആണ്. ലോൺ നമുക്കൊരു 90% നമുക്ക് ലോൺ ചെയ്യാം. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ നല്ല ബൈക്കും കൂടിയാണ്. നല്ലൊരു ഡീസൽ ഡ്രസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു 7 സീറ്റർ അല്ലേ? 7 സീറ്റർ വെഹിക്കിൾ ആണ്. എർട്ടിഗയിൽ നമ്മൾ മാരുതിയിലെ 7 സീറ്റർ വെഹിക്കിൾ. ഡീസലാ? പെട്രോൾ ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ആണ്. 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഡോക്ടർ യൂസ് ആണ് വെഹിക്കിൾ. VXC ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ. ഡോക്ടർ യൂസ് ആണ് വെഹിക്കിൾ. ജസ്റ്റ് ഒരു 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 2019 മോഡലാണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടി. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. ടയറിന്റെ പ്രൊഫൈൽ, ടയറും ഒരു 70 എബോ ടയർ ഉണ്ട്. ഇന്റീരിയർ ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല. പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഇത് 9,400 ചോദിക്കുന്നത്. 9,400.
തികച്ചും നെഗോഷ്യബിൾ ആണ്. 90% ലോണും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു 7 സീറ്റർ അവൈലബിൾ. 7 സീറ്റർ വെഹിക്കിളാണ്. നോൺ മാരുതി ഇല്ലേ? നോൺ മാരുതി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വണ്ടി നോൺ മാരുതി ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഏതാ? മഹീന്ദ്രന്റെ ഒരു XUV ഫുൾ ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്. W10 അല്ലേ? W10 ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റ് വെഹിക്കിൾ ആണ്. ഡീസൽ ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. XUV 500. ഓൺഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? ഇത് സിംഗിൾ ഓൺഷിപ്പിലാണ് വരും. കിലോമീറ്റർ 120 വണ്ടി ഓടിയിട്ടുണ്ട്. 120 ഓടിയിട്ടുണ്ട്. ഓക്കെ, ആക്സസറീസ് എന്താ കേട്ടിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും സർവീസ് ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. അതെ അല്ലേ? മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിളാണ്. മോഡൽ ഏതായിരുന്നു? 2018 മോഡൽ. 18 മോഡൽ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കളുള്ള തന്നെയാണല്ലോ അല്ലേ? പിന്നെ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം നോൺ മാരുതി ആയാൽ പോലും ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തു. മാരുതിനെ കാട്ടും കൂടുതൽ നമ്മൾ നോൺ മാരുതി ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ അതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെ? 9.4 പ്രൈസ് ചോദിക്കുന്നത്. 9.4 തികച്ചും നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഒരു 90% ലോണും നമുക്ക് ചെയ്ത് കൊടുക്കാം. കാരണം കിലോമീറ്റേഴ്സ് 1 lakh above ഓടിയുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് അവർക്കൊരു പോസിബിൾ ആയിട്ടുള്ള റേറ്റിൽ വണ്ടി കൊടുക്കാൻ പറ്റും. തീർച്ചയായും നമ്മളെ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ ഒരു മഹീന്ദ്രന്റെ XUV 500 അവൈലബിൾ ആണ്. ഡീസൽ ആണ്. 1 lakh above കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിപ്രീസിയേഷനിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത് എസ്ക്രോസ്. നമ്മുടെ മാരുതിയിലെ ഏറ്റവും പ്രീമിയർ കാറാണ് എസ്ക്രോസ്. പെട്രോൾ ഡീസൽ വണ്ടിയാണ്. ഡീസൽ 2018 മോഡൽ വണ്ടിയാണ്. ഡീസൽ കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സീറ്റ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പിന് നേരെ താഴത്തെ ഓപ്ഷൻ ആണ്. സീറ്റ് ഓപ്ഷൻ ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ മിസ്സാവുന്നത്? ശരിക്കും അലോയ് വീൽസ് ഒക്കെ ഉണ്ടെന്നാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ടോപ്പ് വേരിയന്റും താഴത്തെ വേരിയന്റ് ആയിട്ടുള്ളത്. അലോയ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഫോട്ടോ പവറിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവിധ ഫീച്ചേഴ്സും ഇതിലുണ്ട്. പിന്നെ സീറ്റ് കവർ അഡീഷണൽ കസ്റ്റമർ ചെയ്തതാണ്. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. എങ്ങനെയാ ഇപ്പൊ കിലോമീറ്റേഴ്സ്? കിലോമീറ്റർ 70 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. 70 സംതിങ്. ഓക്കെ, ഡീസലിൽ മാനുവൽ വരുന്നത്? ഡീസൽ മാനുവൽ. ഓക്കെ, എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തായാലും പക്കയാണ്. കമ്പനി സർവീസ് ആണ്. നല്ലൊരു പ്രൊഫൈലും ഉണ്ട്. ടയേഴ്സ് ആയാലും അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലിലേക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇതിനൊരു 9 ലക്ഷമാണ് ചോദ്യം വരുന്നത്. നെഗോഷ്യബിൾ ആണ്. അതിലുമ്പൊക്കെ ഒരു 90% ആണോ ലോൺ കയറുക? അല്ലെങ്കിൽ 90 തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. 8 ലക്ഷത്തിന്റെ എന്തായാലും ഒരു റേഞ്ചിൽ എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കും. അടുത്തൊരു നോൺ മാരുതി വെഹിക്കിളാണ്. ടൊയോട്ട ഗ്ലാൻസ. ഏതാ മോഡല്? 2021 മോഡലാണ്. 21 സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് G ആണ്. CVT ആണ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ. ഓണർഷിപ്പ് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 34,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇല്ലേ? ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ഹിസ്റ്ററി ഒന്ന് റീപ്ലേസ്മെന്റ്, ബോണറ്റ് റീപ്ലേസ്മെന്റ്, മേജർ ആക്സിഡന്റ് അല്ല, ബോണറ്റ് മാത്രം. നമുക്ക് ഹിസ്റ്ററി ഉള്ളതാണല്ലോ. ഹിസ്റ്ററി ഉള്ളതാണ്. ടയറിന്റെ പ്രൊഫൈൽ ഒരു 60% ആ ഒരു പ്രൊഫൈൽ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എങ്ങനെ ആസ്കിംഗ് പ്രൈസിലേക്ക്? ആസ്കിംഗ് ഒരു 860 റേഞ്ചിലാണ് നമ്മൾ ആസ്കിംഗ് ചെയ്യുന്നത്. അത്യാവശ്യം നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 860. അപ്പോൾ ടൊയോട്ടൻ്റെ ഒരു ഗ്ലാൻസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത് ഹുണ്ടായുടെ മാഗ്ന പ്ലസ് ആണ്. 2015 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇതിലെന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന മാഗ്ന പ്ലസ് ആണ്. 30 സംതിങ് 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? 240 ആ റേഞ്ചിലാണ് നമ്മൾ ചോദിക്കുന്നത്. 240. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ആൾട്ടോ കേട്ടൺ ഉണ്ട്. ഇയോൺ തന്നെ 2014 ഒരു വണ്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ലോ ബഡ്ജറ്റിലേക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ്. മാറ്റി വെച്ചതാണ്. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2022 മോഡലാണ്. കേട്ടനാണ്. അങ്ങനെ പ്രൈസിംഗ് വരുന്നത് 5 സംതിങ് ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പൊ ആൾട്ടോ ഇറങ്ങുന്നില്ലല്ലോ, ഇപ്പൊ കേട്ടന് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ്. അതിന്റെ കിലോമീറ്റേഴ്സ് അറിയാം? ഒരു 10,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. 2015 ഇയോൺ തന്നെയാണ്. 2-2.25 റേഞ്ചിൽ വണ്ടി നമുക്ക് കിട്ടും. ഇത് 2017 മോഡൽ ആൾട്ടോ ആണ്. 2.25 റേഞ്ചിൽ വണ്ടി കിട്ടും. ഇതിൽ നമുക്ക്
6 മാസം വാറണ്ടി 3 സർവീസും ഫ്രീ ആയിട്ടുണ്ടാവും. ഓക്കെ. നമ്മൾ ഈ കാണിച്ചാൽ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല, ഇതിനില്ല. ഇല്ല. ഇത് ഇതും സെയിം 2017 വണ്ടിയാണ്. 2017 വണ്ടിയാണ്. ഇതും 2.25 റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 6 മന്ത് വാറണ്ടി 3 സർവീസും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. മാരുതി റൂൾ പ്രകാരം 7 ഇയേഴ്സിനുള്ളിലുള്ള വെഹിക്കിളിൽ പെട്ട വണ്ടിയാണ് ഇതും ആ വണ്ടിയും. രണ്ടിനും വാറണ്ടി ഉണ്ടാവും. ഇത് 2019 മോഡൽ വണ്ടിയാണ്. 19 മോഡൽ ന്യൂ ഷേപ്പാണ്. ഇത് ഒരു 40,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാനുവൽ. ആൾട്ടോയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടില്ല. മാനുവൽ മാത്രമേ ഉള്ളൂ. ഇതൊരു 3.5 റേഞ്ചിലാണ് ചോദിക്കുന്നത്. ഇത് 2016 മോഡൽ വണ്ടിയാണ്. 16 മോഡൽ. ഒരു 2.5 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് വണ്ടി കിട്ടും. വണ്ടിന്റെ മുകളിലില്ല. ഒരു 65-70 ആ റേഞ്ചിലെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതും സെയിം 2017 ആണ്. ഇതിനും നമുക്ക് 6 മാസം വാറണ്ടി 3 സർവീസും ഫ്രീ ആയിട്ടുണ്ടാവും. നമ്മൾ വണ്ടി തരുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ, AC ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഏറ്റവും സെഡ് മാറ്റിയിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു 10,000 കിലോമീറ്റർ വരെ മുമ്പോട്ട് വണ്ടി ഓടാനുള്ള ഇതിലാണ് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുക. ഇതിന്റെ പ്രൈസിംഗ് എങ്ങനെയാണ്? 2.25 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഈ ലോ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലൊക്കെ ഏകദേശം ലോ ബഡ്ജറ്റിനാണുള്ള ഒരുപാട് ആൾട്ടോന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുണ്ടായിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ന്യൂ മോഡലും ഓൾഡ് മോഡലും എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്. പ്രൈസിംഗ് ഒക്കെ അത്യാവശ്യം നല്ല നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളുക, വന്നിട്ട് ചെക്ക് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത ഒരുപാട് വാഗ്നറിന്റെ കളക്ഷൻസ് ഉണ്ട്. സ്റ്റിംഗ് ഡ്രൈവ് ഫസ്റ്റ് തന്നെ ഏതാ മോഡല്? ഇത് 2015 മോഡലാണ്. 15 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 88,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമുക്കിതൊരു 3.5 റേഞ്ചിൽ വണ്ടി നമുക്ക് കിട്ടും. 3.5 റേഞ്ചിൽ. ഇത് ഏതാ മോഡല്? ഇതും 2019 മോഡൽ തന്നെയാണ്. 2019 മോഡൽ. കിലോമീറ്റേഴ്സ് ഏകദേശം കിലോമീറ്റർ 1 ലാക്ക് വണ്ടി ഓടിയിട്ടുണ്ട്. ഒരു 470 ആ റേഞ്ചിൽ നമുക്ക് വണ്ടി കിട്ടും. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിലേക്ക് വരുമ്പോ ഇതും 2019 ആണ്. VXC ഓപ്ഷൻ ആണ്. ഒരു 34 ആ റേഞ്ചിലാണ് വണ്ടി ഓടിയത്. ഇതൊരു 5-10 റേഞ്ചിൽ നമുക്ക് ആസ്കിംഗ് വരുന്നത്. 5-10 ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇതും 2019 മോഡൽ വണ്ടി തന്നെയാണ്. അതേ സെയിം പറഞ്ഞ പോലെ തന്നെ ഒരു 45 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഒരു 5-10 ആ റേഞ്ചിൽ തന്നെ നമുക്ക് ആസ്കിംഗ് വരുന്നുണ്ട്. ഇത് 2019 ആണ്. മറ്റു വണ്ടിയെ അപേക്ഷിച്ച് ZSI ടോപ്പ് വേരിയന്റ് ഓപ്ഷൻ ആണ്. ബാക്കിൽ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന അന്നത്തെ ടോപ്പ് വേരിയന്റ് ആയിരുന്നു ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. ഒരു 5.25 റേഞ്ചിലാണ് നമുക്ക് ആസ്കിംഗ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കുറഞ്ഞ കിലോമീറ്റർ. ഈ കാണിച്ചാൽ ഏതെങ്കിലും റീപ്ലേസ്മെന്റോ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ കാണിച്ചതൊക്കെ മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ? എല്ലാം മാനുവൽ ആണ്. വാഗണറിൽ ഓട്ടോമാറ്റിക് ഇല്ല. എല്ലാം പെട്രോൾ മാനുവൽ വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. അപ്പോൾ വാഗ്നറിന്റെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണിച്ചൊക്കെ വാഗ്നറിന്റെ യൂണിറ്റ്സ് ആണ്. ഒരുപാട് മോഡൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലും ഉണ്ട്, ഓൾഡ് മോഡൽ എല്ലാ കാറ്റഗറിയും ഉണ്ട്. പ്രൈസിംഗ് അനുസരിച്ച് നോക്കിയാൽ മതി, ഏതൊരു പ്രൈസിംഗിലേക്കും വരും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നെഗോഷ്യബിളും കൂടിയാണ്. ഓക്കെ, അടുത്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് കാണിക്കാൻ പോകുന്നത്. സൂപ്പർ കാരി. ഇത് മാരുതിന്റെ കൊമേഴ്ഷ്യൽപ്പെട്ട വണ്ടിയാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ്. 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ അത്ര വണ്ടി ഓടിയിട്ടുള്ളൂ. 1200 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി. 1200 cc ആണ്. ഇതിൽ തന്നെ വേറെ ഉണ്ട്, പെട്രോൾ അല്ലാതെ വേറെ വരുന്നുണ്ടോ? പെട്രോൾ CNG ഇപ്പം വണ്ടി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ സ്റ്റോക്കിലുള്ളത് പെട്രോൾ ആണ് വണ്ടി. ഇതിന് മുന്നേ ഒരുപാട് സോൾട്ട് ചെയ്തതിനും തോന്നുന്നു. വണ്ടി വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നമ്മൾ മാരുതി വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ചിൽ എന്തായാലും നമുക്ക് സൂപ്പർ കാരി വരാറുണ്ട്. ഇതെല്ലാം പോലൊക്കെ ഒരുമിച്ച് തന്നെയാണ്. സ്റ്റോക്കിലേക്ക് ഇടാറില്ല. ഇതിന്റെ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ഇതിനൊരു 3 ലക്ഷമാണ് ചോദിക്കുന്നത്. 19 മോഡൽ വണ്ടിക്ക് നെഗോഷ്യബിൾ ആണ്. ലോണും നമ്മൾ ചെയ്തു തരും. പെട്രോൾ ഇപ്പൊ ഫ്രഷ് ഇറങ്ങുന്നുണ്ടോ? പുതിയത് ഇറങ്ങുന്നുണ്ട്. അതിലിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത്? അതിന് എനിക്ക് തോന്നുന്നത് ഒരു 6ന്റെ അടുത്ത് ആ റേഞ്ചിൽ വണ്ടി വില വരുന്നുണ്ട്. കാരണം അധിക സ്ഥലത്തൊന്നും ആരും കാണിക്കാത്തൊരു വെഹിക്കിളാണ്. നമ്മളെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതാണ് സൂപ്പർ കാരി. അപ്പൊ ആ സൂപ്പർ കാരി കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളുക. കാരണം ഇനിയിപ്പോ നമുക്ക് വേറെ ഇതല്ലാതെ ഇപ്പൊ വേറെ ഒരുപാട് വണ്ടികൾ വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ലേ? കസ്റ്റമേഴ്സിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്കനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മാർച്ചായിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ആക്സറീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാർച്ചിൽ നമുക്ക് അത്യാവശ്യം സെയിൽ വരുന്ന ഒരു മന്താണ്. എന്നാലും നമ്മൾ അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി കസ്റ്റമർ കൊടുക്കുന്നത്. എല്ലാം നമുക്ക് ഹാപ്പി കസ്റ്റമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര സ്റ്റോക്ക് കാണും? നമുക്കൊരു 80-90 വണ്ടി നമുക്ക് നിലവിൽ ഇത് കൂടാതെ നമുക്ക് യാർഡിലും വണ്ടി ഏത് കാർ വേണമെങ്കിലും
പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ പുതിയ വണ്ടികൾ വരുന്ന കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.